അച്ഛനെ കാർ ശരിയാക്കാൻ വേണ്ടിട്ട് പോയതാണ് അത്രേ. അപ്പൊ അച്ഛനെ കാർ ശരിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വരും. നമ്മളെ പേద വീട്ടിൽ വന്നിട്ട് പെട്ടിട്ടാവുള്ളത്. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നിനക്ക് ഇപ്പൊ ചോറ് വേണം അല്ലേ? എന്തുവാ പപ്പീഷ് മോനെ? അച്ചോടാ, നമ്മുടെ പപ്പീഷ് മോന് വിശക്കുന്നു. അവൻ ചെറിയ കുഞ്ഞല്ലേ, 3 വയസ്സല്ലേ ആയുള്ളൂ. അവൻ എങ്ങനെയാ വിശപ്പ് താങ്ങുന്നത്? നമുക്ക് കിച്ചണിൽ പോയിട്ട് വല്ലതും കഴിക്കാനുണ്ടോന്ന് നോക്കിയിട്ട് വരാം. ശരി ചേച്ചി. എടാ പപ്പീഷ് മോനെ, നീ ഇവിടെ ചേച്ചിമാരുടെ അടുത്ത് നിൽക്കേ. ഞങ്ങൾ പോയിട്ട് കിച്ചണിൽ വല്ലതും കഴിക്കാനുണ്ടോന്ന് നോക്കിയിട്ട് വരാൻ, കേട്ടോ? ശരി അമ്മേ. ശരി സുധ, വാ നമുക്ക് പോവാം. എടി നീ എവിടേക്കാ? നീ ഇവിടെ നല്ലേ? നീ വന്നാൽ പപ്പീഷ് മോനെ ആരാ നോക്കുന്നത്? മിണ്ടാതെ ഈ കുട്ടിയെ നോക്കി ഇവിടെ ഇരുന്നോണം, കേട്ടല്ലോ? കിച്ചണിലാ ഭേദം ഭൂതം പിശാചൊക്കെ ഉള്ളത്. നിങ്ങൾ ഇവിടെ ഇവനെ നോക്കി മിണ്ടാണ്ടിരുന്നോ. ഇവന്റെ അടുത്തിരിക്കുന്നതിനേക്കാളും ഭേദമില്ലേ വല്ല പ്രേതവും പിശാചിന്റെ അടുത്തിരിക്കുന്നത് തന്നെയമ്മേ. ഡി, നിനക്ക് ഇത്രയൊക്കെ തരുമോ? നീ എന്നോട് തന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയോ? എന്നോട് എതിർത്ത് സംസാരിക്കാനുള്ള അത്രയൊന്നും നീ വളർന്നിട്ടില്ല, കേട്ടോ? നീ അമ്മ പറഞ്ഞതുപോലെ പപ്പീഷ് മോനെ നോക്കി ഇവിടെ ഇരുന്നോണം, കേട്ടല്ലോ? ആന്റി, നിങ്ങൾ ഒന്ന് കൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ ആന്റി. ഞാനില്ലേ ലച്ചേച്ചിനെയും പാറുചേച്ചിനെയും ഞാൻ തന്നെ നോക്കിക്കോളാം, കേട്ടോ? നീ ആരുവാടാ ഞങ്ങളെ നോക്കാനായിട്ട്? നീ സൂപ്പർമാനോ സ്പൈഡർമാനോ മറ്റാണോ ഞങ്ങളെ നോക്കാൻ? നീ നിന്നെ തന്നെ ആദ്യം നോക്ക്. എടി, അവൻ ചെറിയ കുഞ്ഞല്ലേ, അവനോട് വഴക്കടിക്കാതെ അവനെ നോക്കി ഇവിടെ ഇരുന്നോ. ലതേച്ചി വാ, നമുക്ക് പോയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടോ നോക്കാം. ഇവരോട് സംസാരിച്ചിരുന്നാല് ഇവിടെ തന്നെ നേരം വെളുക്കും വരെ നിൽക്കേണ്ടി വരും. അതെ സുധാ, വാ നമുക്ക് പോവാം. ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ തന്നെ ഇരുന്നോണം, കേട്ടല്ലോ? എവിടേക്കും ഓടി പോവാതെ. അയ്യോ, ഇവന്റെ അടുത്ത് നിൽക്കുന്നതിനും ഭേദം ആ പ്രേതത്തിന്റെ മുന്നിൽ ചെന്ന് പെടുന്നത് തന്നെയായിരുന്നു.